സർക്കാർ തുടരാനോ പുറത്തേക്ക് പോകാനോ എപ്പോഴും സാധ്യതയുണ്ട്. ഈ തിരുവനന്തപുരത്ത് ചിലരുടെ തലയിലുണ്ട്, ഒരിക്കൽ സർക്കാരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങേണ്ടതില്ല, മരണം വരെ തുടരാം. ഇനി അഥവാ മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു മുസോളിയം പണിതിട്ട് അതിൽ വല്ല ഫോർമലിനിലൊക്കെ ഇങ്ങനെ കിടത്തിയിട്ട് എംബാം ചെയ്ത് കിടത്തിയ ശേഷം രാവിലെ പോയി പുഷ്പചക്രമൊക്കെ വെച്ച് വന്ദിച്ച് ഇങ്ങനെ ഒരു വട്ടം അടിച്ചിട്ട് വന്ന് വീണ്ടും പരിപാടി നടത്താമെന്നുള്ള തോന്നൽ കാണും. അതൊക്കെ ഇനിയും നടക്കത്തൊന്നുമില്ല. ഈ പോൾ പോട്ടിൻ്റെയും മറ്റേ ലെനിൻ്റെയൊക്കെ അവസാനം പിന്നെ ഡെഡ് ബോഡികൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ. അത് പറിച്ചെടുത്ത് അവസാനം കൊണ്ടു ചെന്ന് പ്രോപ്പർലി സെമിത്തേരി തന്നെ നടക്കി. അപ്പോൾ സെമിത്തേരി പോകാനുള്ളത് സെമിത്തേരിയിലേക്കേ പോകത്തുള്ളൂ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ എംബാം ചെയ്ത ഡിസ്പ്ലേ ഒന്നും ഉണ്ടാകത്തില്ല. മരണം വരെയും ഭരിക്കാമെന്ന് സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതൊന്നും ചരിത്രം വായിക്കാത്തതുകൊണ്ടാണ്. അത്ര ഉത്തമ ബോധ്യമാണോ ഭരണം മാറുന്നുള്ള കാര്യത്തിൽ? അല്ല, പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇരിക്കുന്ന ഭരണകർത്താവ് മരണം വരെ തുടരുമെന്നാണോ വിചാരിക്കുന്നത്? പതിച്ചു കിട്ടിയെന്നാണോ വിചാരിക്കുന്നത്? സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി വീണ്ടും ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരും എന്നുള്ളൊരു സാധ്യതയാണല്ലോ. എന്ന് വെച്ചാൽ അദ്ദേഹം ചിരഞ്ജീവിയാണോ? അദ്ദേഹത്തിന് വയസ്സ് 81 ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഒരു രഹസ്യം ഞാൻ മറുനാടിലൂടെ പറയാം. 40-45 എൻ്റെ അച്ഛൻ 40 ജനിച്ച ആളാണ്. അച്ഛൻ്റെ ജനന തീയതിയല്ല അച്ഛൻ്റെ ഒഫീഷ്യൽ റെക്കോർഡിലുള്ളത്. അച്ഛന് വർഷം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ അന്നൊക്കെ ജനിച്ച ആളുകളെല്ലാം 8 വയസ്സാകുമ്പോൾ കൊണ്ട് അന്നൊന്നും 4 വയസ്സ് സ്കൂളിൽ വിടത്തില്ല. 8 വയസ്സാകുമ്പോൾ ഇളയ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഒരു ശല്യമാകുമ്പോൾ 7-8 വയസ്സാകുമ്പോൾ കൊണ്ട് കുടിപ്പള്ളിക്കൂടത്ത് ഇരുത്തും. സ്കൂൾ റെക്കോർഡിനകത്ത് എല്ലാവരുടെയും 3-4 വയസ്സ് കുറച്ച് വെച്ചാൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് 81കാരെന്ന് പറയുന്ന പല ആളുകളെയും നിങ്ങൾ കൃത്യമായിട്ട് അവരുടെ അനാറ്റമിയും അവരുടെ ശാരീരിക അവസ്ഥയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവരുടെ കൂനും അവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് 85 വയസ്സുണ്ട് ബയോളജിക്കൽ ഇയേഴ്സ്. അപ്പോൾ 85കാരൻ വന്ന് നിന്നിട്ട് 90 വരെ എന്നെ ഒന്ന് ഭരിപ്പിക്കണം എന്നാണ് പറയുന്നത്.